മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ പരിശോധനയ്ക്കുള്ള വിദഗ്ധ സമിതിയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയ നടപടിയിൽ ഒടുവിൽ കേന്ദ്ര സർക്കാർ തിരുത്തലിലേക്ക്. സമിതി രൂപീകരണത്തിൽ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രാലയം സമ്മതിച്ചതായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. സമിതിയിൽ കേരളത്തിന്റെ പ്രതിനിധിയെ ഉൾപ്പെടുത്താൻ കേന്ദ്രം തയ്യാറായത് സ്വാഗതാർഹമാണെന്നും 7 ദിവസത്തിനകം പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MP പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളം എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് അത് കൃത്യമായ തരത്തിലൂടെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഇൻഡിപെൻഡന്റ് പാനൽ ഓഫ് എക്സ്പേർട്സിന്റെ അതീവ വിദഗ്ധ സമിതിയുടെ പരിശോധനയാണ് നടക്കേണ്ടത്. ഏറ്റവും നിർണായകമായ പരിശോധനയാണ്. അപ്പോൾ ഈ കാര്യവുമായി മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച വിദഗ്ധ നിഷ്പക്ഷ സമിതിയിൽ കേരളത്തിന്റെ പ്രതിനിധിയെ ആദ്യം നിയോഗിക്കുന്നു, പിന്നീട് ഏകപക്ഷീയമായി അത് മാറ്റുന്നു. അങ്ങനെ മാറ്റപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഫെഡറൽ ജനാധിപത്യ രീതിക്കും അതോടൊപ്പം തന്നെ നാഷണൽ ഡാം സേഫ്റ്റി ആക്ടിനും വിരുദ്ധമാണ് എന്നുള്ള ഒരു നിലപാട് കേന്ദ്രത്തെ അറിയിച്ചു. ഗവൺമെന്റ് സൈഡിൽ നിന്നും കൃത്യമായ നടപടി ഉണ്ടായി. ഏതായാലും ഈ ഘട്ടത്തിൽ കേരളത്തിന്റെ പ്രതിനിധിയെ ഉൾക്കൊള്ളിക്കാൻ 7 ദിവസത്തിനുള്ളിൽ കേരളത്തിന്റെ പ്രതിനിധിയെ നിർദ്ദേശിക്കാനും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ ഒരു കമ്മിറ്റി അനൗൺസ് ചെയ്യും എന്നുള്ള ഒരു അറിയിപ്പാണ്. തമിഴ്നാട് ഏകപക്ഷീയമായി ഈ പറയുന്നത് പോലെ ഡാം പണിയാൻ അനുവദിക്കില്ലെന്നും അതോടൊപ്പം തന്നെ വാട്ടർ ലെവൽ ഉയർത്തണമെന്നും ഒക്കെയുള്ള നിലപാട് ഏകപക്ഷീയമായി സ്വീകരിക്കുന്നു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ആ നിലപാട് തമിഴ്നാട് സർക്കാർ തിരുത്തിയേ മതിയാവും.